SFI വീണ്ടും വലിയ പ്രതിരോധത്തിലാവുകയാണ്. SFI പ്രതിരോധത്തിലാവുന്നത് മാത്രമല്ല, അത് CPM-നെയും സർക്കാരിനെയും ബാധിക്കുന്ന രാഷ്ട്രീയവാദമായി മാറുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് പൂക്കോട് ഗവൺമെന്റ് വെറ്ററിനറി കോളേജിലെ മരണപ്പെട്ട വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ വീടിന് സമീപമാണ്. ഇവിടെ SFIയുടെ ഒരു ഫ്ലക്സ് ബോർഡാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതായത് വയനാട് പൂക്കോട് ഗവൺമെന്റ് വെറ്ററിനറി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയും SFI പ്രവർത്തകനും കുറക്കോട് വിനോദ് നഗർ നിവാസിയുമായ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ട മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യണം, നീതിക്കായി എന്നും കുടുംബത്തോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലക്സ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. CPM 11ാം കല്ല് ബ്രാഞ്ചും DYFI 11ാം കല്ല് യൂണിറ്റുമാണ് ഇത്തരമൊരു ഫ്ലക്സ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനെ സിദ്ധാർത്ഥന്റെ പിതാവ് തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. തന്റെ മകൻ ഒരിക്കലും ഇതിലെ SFI പ്രവർത്തകൻ എന്ന സിദ്ധാർത്ഥനെ SFI പ്രവർത്തകൻ വിശേഷിപ്പിക്കുന്ന ആ ഭാഗമാണ് കുടുംബത്തിന്റെ വിമർശനത്തിനിടയാക്കിയിട്ടുള്ളത്. തന്റെ മകൻ ഒരിക്കലും SFI പ്രവർത്തകനല്ല എന്നാണ് സിദ്ധാർത്ഥന്റെ പിതാവിന്റെ നിലപാട്. മരണത്തെ പോലും ഇത്തരത്തിൽ രാഷ്ട്രീയവത്കരണ ശ്രമത്തിനെതിരെ SFIയുടെ ശ്രമം എന്ന് അദ്ദേഹം ആക്ഷേപിച്ചിട്ടുണ്ട്. രൂക്ഷ വിമർശനം SFI ചെറ്റകളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശനമാണ് പിതാവ് ഉന്നയിക്കുന്നത്. ഏതായാലും ഈ ബോർഡ് വയ്ക്കരുതെന്ന് നേരത്തെ പറഞ്ഞതാണ്. അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് മാറ്റാൻ SFI തയ്യാറായില്ല. ഇത് DYFIയുടെ കൊടിമരമാണ്. DYFIയുടെ കൊടിമരത്തിന് താഴെയാണ് CPM-ന്റെ പതാകയും ഇവിടെ കാണാം. അതിന് സമീപത്താണ് ഇത്തരത്തിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ അപലപിച്ചുകൊണ്ട് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM-ഉം DYFIയും ഒരു ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ അതിനെതിരെ വലിയ വിമർശനമാണ്, രൂക്ഷ വിമർശനമാണ് സിദ്ധാർത്ഥന്റെ പിതാവ് തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും SFI പ്രവർത്തകർ കേസിൽ പ്രതികളാകുമ്പോൾ, യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള പ്രതികളാകുമ്പോൾ ഇത്തരത്തിൽ SFIക്കാരനല്ലാത്ത ഒരാളെ SFIക്കാരനായി ചിത്രീകരിക്കാൻ, തന്റെ മകനെ അങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നതിലാണ് സിദ്ധാർത്ഥന്റെ കുടുംബാംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് പിതാവിന് കടുത്ത അതൃപ്തിയുള്ളത്.